നമസ്കാരം. നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉള്ള എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. നമ്മളുടെ വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങളും. അതായത് ഈ മെയ് മാസം തന്നെ എല്ലാവരും പ്രയോജനപ്പെടുത്തേണ്ട 3 പ്രധാന കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ വിദ്യാർത്ഥികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനോത്സവവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിലവിൽ നമുക്കറിയാം പൊതുവിപണിയിൽ ബാഗുകൾക്ക് അല്ലെങ്കിൽ കുടകൾക്ക്, അതല്ലെങ്കിൽ നോട്ട് ബുക്കുകൾ, പെൻസിൽ, പേന, ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ഇങ്ങനെയുള്ള വിവിധ പഠനോപകരണങ്ങൾക്ക് വലിയൊരു വില കൂടുതൽ അനുഭവപ്പെടാറുണ്ട്. അതുമാത്രമല്ല, ആകർഷകമായ ഓഫറുകൾ പല കമ്പനികളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും അവയുടെ വില കൂടുതൽ ഒരുപാട് ബുദ്ധിമുട്ടും ആളുകൾക്ക് സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തുടനീളം ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിൽ, അതും താലൂക്ക് അടിസ്ഥാനത്തിൽ പ്രത്യേക ഫെയറുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് സബ്സിഡി നിരക്കിൽ ഈ പഠനോപകരണങ്ങളെല്ലാം വിതരണം ചെയ്യുന്ന സ്കീമുകളാണിത്. അത് ഈ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. രക്ഷിതാക്കൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അത് മാത്രമല്ല, നമ്മളുടെ പ്രദേശങ്ങളിൽ ചിലപ്പോൾ ത്രിവേണിയുടെ സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്ലെറ്റുകളോ കാണില്ല. അതുകൊണ്ട് തന്നെ ചില മേഖലകളിൽ സഹകരണ ബാങ്കുകളോട് അല്ലെങ്കിൽ അത്തരം സംഘങ്ങളോടനുബന്ധിച്ച് പ്രത്യേക സ്റ്റാളുകൾ ക്രമീകരിച്ച് പ്രത്യേക ഫെയറുകൾ നടപ്പിലാക്കുന്നുണ്ട്. ഈ ഒരു സ്കൂൾ തുറക്കലുമായിട്ട്, പ്രവേശനോത്സവത്തിനൊക്കെ മുൻപായിട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി വലിയൊരു അവസരമാണ് ഇവിടെ ഒരുക്കുന്നത്. സ്കൂൾ പഠനോപകരണങ്ങളെല്ലാം സബ്സിഡി നിരക്കിൽ, അത് ബാങ്കുകളുടെ ലാഭവിഹിതത്തിൽ നിന്ന് നിശ്ചിത തുക വകയിരുത്തിയൊക്കെ ആയിരിക്കും ഇത് നടപ്പാക്കുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക്, അതോടൊപ്പം തന്നെ ആവശ്യമുള്ളവർക്കെല്ലാം ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കും. ഒന്നിലധികം വിദ്യാർത്ഥികൾക്ക്, ഒരു വീട്ടിൽ ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിൽ അവർക്കെല്ലാം തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും. ഇനി അതോടൊപ്പം തന്നെ കൂടുതൽ തിരക്കുള്ളതും അതോടൊപ്പം തന്നെ പെട്ടെന്ന് സ്റ്റോക്ക് വിറ്റ് തീർന്നു പോകുന്നതുമായ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നിശ്ചിത എണ്ണം വീതമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം രക്ഷിതാക്കളെല്ലാം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. ഈ പ്രാവശ്യം വീണ്ടും മണ്ണെണ്ണ പുനഃസ്ഥാപിച്ചതായിട്ടുള്ള പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വിതരണം പക്ഷേ ആരംഭിച്ചിട്ടില്ല. ഈ മാസം ഒടുവിലത്തോടെയോ അതല്ലെങ്കിൽ ജൂൺ മാസത്തോടെയൊക്കെ വിതരണം ആരംഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. 4 മാസത്തിലൊരിക്കലായിരുന്നു മുൻപ് ആനുകൂല്യം ലഭിച്ചിരുന്നത്. എന്നാൽ ഇത് ഇടയ്ക്ക് വെച്ച് താൽക്കാലികമായിട്ട് നിന്നുപോകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ വീണ്ടും അതിപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. വെള്ള റേഷൻ കാർഡ് ഒഴികെയുള്ള ബാക്കി എല്ലാ റേഷൻ കാർഡുകൾക്കും വൈദ്യുതീകരിച്ച വീടുകൾക്ക് മണ്ണെണ്ണ വിതരണം ഉണ്ടായിരിക്കും. പരമാവധി 1 ലിറ്റർ വരെയാണ് ലഭിക്കുക. മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ്, AV റേഷൻ കാർഡൊക്കെ ആണെങ്കിൽ 1 ലിറ്റർ ലഭിക്കും. എന്നാൽ ബാക്കി BPL കാർഡ്, അതോടൊപ്പം തന്നെ APL നീല റേഷൻ കാർഡൊക്കെ ആണെങ്കിൽ നമുക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയായിരിക്കും ലഭിക്കുക. ഇനി വൈദ്യുതീകരിക്കാത്ത വീടുകളാണെങ്കിൽ കൂടുതൽ മണ്ണെണ്ണ വിഹിതം നമുക്ക് ലഭിക്കുന്നതുമായിരിക്കും. വിതരണത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തീയതികൾ അറിയണമെങ്കിൽ അത് കൃത്യമായിട്ട് എത്തിച്ചേരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റേഷൻ വ്യാപാരികളോട് ഏകദേശ തീയതിയും അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഇനി മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യമായിട്ടാണ് ഭക്ഷ്യധാന്യ വിതരണമൊക്കെ നടക്കുന്നത്. മുൻഗണനേതര വിഭാഗങ്ങളാണെങ്കിൽ അവർക്ക് സബ്സിഡി നിരക്കിലുള്ള ആനുകൂല്യമുണ്ട്. വെള്ള റേഷൻ കാർഡുകൾക്ക് ഇപ്രാവശ്യം 6 കിലോ ഭക്ഷ്യധാന്യം 10 രൂപ 90 പൈസ നിരക്കിൽ വിൽപ്പന നടത്തുന്നുണ്ട്. APL നീല റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യം 4 രൂപ നിരക്കിലും, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ അരി വിഹിതമായിട്ട് 3 കിലോയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ അരി വിഹിതത്തിന് 10 രൂപ 90 പൈസയായിരിക്കും നിരക്ക്. മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ വഴിയും റേഷൻ കാർഡ് ഉടമകൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ 13-ൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിതരണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ കമ്പനികളുടെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾ അത് കോംബോ പാക്കറ്റുകളാക്കിയും അതോടൊപ്പം സ്പെഷ്യൽ ഡിസ്കൗണ്ടിലും വിൽപ്പന നടത്തുന്നു. ഈ ഒരു അവസരം നമ്മൾ പാഴാക്കാതിരിക്കുക. ഈ ഒരു സമ്മർ സീസണിലൊക്കെ വിവിധ ആനുകൂല്യങ്ങൾ വിവിധ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സപ്ലൈകോവുമായിട്ട് സഹകരിച്ച് വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം കൂടി പാഴാക്കാതിരിക്കുക. റേഷൻ കാർഡുമായിട്ട് എത്തിച്ചേർന്ന ഈ ആനുകൂല്യങ്ങൾ കൂടി വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.